പത്രത്തിൽ പരസ്യവും കൊടുത്ത് ഞങ്ങൾ അപ്പനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിയും. ചേട്ടാ ഒരു ചായ. എന്താടാ സണ്ണി, നീ നിന്റെ കല്യാണമൊന്നും ഞങ്ങളെ വിളിക്കാൻ? ഒരു അപകടം നടക്കുമ്പോ കേട്ടറിഞ്ഞ് വരണ്ടേ, അതല്ല അതിന്റെ ഒരു മര്യാദ. അത് കൊള്ളാം, നല്ല ന്യായം. ചെല്ലു. ചേട്ടാ ചായ വേഗം എടുത്തോ. സാറെ കാശ് തരാ പ്ലീസ് സാർ, എന്തെങ്കിലും തരണേ സാർ പ്ലീസ്. ഇവനൊക്കെ പണിക്കുകൊണ്ട് നാളില്ലാത്ത നാറികളി. സാർ എന്തെങ്കിലും തരണേ സാർ. സാറിന് എന്നെ മനസ്സിലായില്ല എന്തോന്നു? പിച്ചക്കാരനല്ലേ? അയ്യയ്യയ്യേ, ഞാൻ സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. കഴിഞ്ഞ ദിവസം സാറിന്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലും തരണം സാർ. ആള് കൊള്ളാലോ. താങ്ക് യു. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈടെക് പിച്ചക്കാരനെ കാണാം. എങ്ങനെ ആൾക്കാർക്ക് വല്ലതും തരാറുണ്ടോ എന്ന് ചോദിച്ചാ എന്തെങ്കിലും തരുന്ന നാറികളുണ്ട്, തരാത്ത നാറികളുണ്ട്. ഓ, ഈ തന്നിട്ട് തിരിച്ചെടുക്കുന്ന നാറുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടോ അവന്റെ ഒരു ഫേസ്ബുക്ക്. തന്നെ ഇപ്പൊ തന്നെ അൺഫ്രണ്ട് ആക്കിക്കളെ നോക്കിക്കോ. എന്താ പയ്യ, ആളെല്ലാം കയറിയില്ലേ? പോയാലോ? പോവാം, വരാൻ. ഓ ഡിസ്കോ ദിവാനേ, മനസ്സിലായി. ഈ ശാന്തിയോടുള്ള പ്രണയം പയ്യക്ക് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞൂടെ? ഈ മനസ്സിലുള്ള പ്രളയമല്ല, കൊടുങ്കാറ്റും. എന്റെ പയ്യ പ്രണയം. ഈ സാധനം അവളോട് പറയാൻ ഒരു അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടുമ്പോൾ ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പ്രളയമൊന്ന്. ഏതായാലും ഇന്ന് ഈ പ്രളയത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വലിയൊരു സംഭാവന തരുന്നുണ്ട്. നന്നായിട്ട് ഉപയോഗിച്ചോണം. ഓക്കെ, ഉപയോഗിക്കും. കൊള്ളാം. ഇങ്ങനെ നിന്നാൽ നാളെ കാലത്ത് ആദ്യം വണ്ടിയിൽ കയറാം. ഇവളുടെ കാര്യം കാലെടുത്തോ? வண்டி போயிடுச்சு. എന്തിനാ വൈകിയത്? மாமாவோட போன் வந்துச்சா, பேசி டைம் போனதே தெரியல. എന്നാ ലീവ് എടുത്തു. ஐயோ, லீவ் எல்லாம் எடுக்க முடியாது. அடுத்த வாரம் அக்காக்கு கல்யாணம் நடக்க போகுதுல, அதுக்கு நிறைய காசு தேவைப்படும். எப்படியாவது வேலைக்கு போய் தானே ஆகணும். அப்படி நான் வண்டியில் ഉണ്ടാക്കട്ടുമാ? உங்க கூட நான் எப்படி லீவ் எடுத்தோ? ஐயோ வேணாம், நான் வரேன். ഇവിടെ പൊടി. ബ്രേക്ക് ഉണ്ടോ നോക്കിയതാ, പിടിച്ചിരുന്നോ? ബ്രേക്ക് ഉണ്ട്. ഇനി കുഴിയുണ്ടോ നോക്കാം. റോഡ് ഞങ്ങൾ സ്തംഭിപ്പിക്കും. എന്നെ ബൂസ്റ്റ് ഇടൂ. മോനായി വർക്കീസ് സിന്ദാബാദ്. മോനായി വർക്കീസ് സിന്ദാബാദ്. മോനായി വർക്കീസ് സിന്ദാബാദ്. കൈ കൊടുക്കണ്ട, തന്നെ കയറിക്കോളൂ. അയ്യോ, പ്രളയം പറഞ്ഞു. സിന്ദാബാദ്. പട്ടയം നൽകുക. എന്ത് തോന്നിയ നിങ്ങൾ കാണിക്കുന്നേ? അങ്ങനെ പറയണ്ടേ കുട്ടി. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ അനീതിക്കെതിരെ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയ കാലമായത്. മര്യാദയ്ക്ക് വഴിപാടി കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി എന്താ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദേശക്കാരിയാ. നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തില് ഓരോ സ്ഥലത്ത് ജോലിക്ക് പോകുന്നവരും വയ്യാത്ത രോഗികൾ വരെയുണ്ട്. നിങ്ങൾ നേതാക്കന്മാരുടെ അച്ഛനും അമ്മയാണെങ്കിൽ വയ്യാതെ വഴി കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിന് സമ്മതിക്കോ? അതാണ് ഒരു ജനകീയ സമരമൊക്കെ ആകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് ജനങ്ങൾ സഹിക്കണം. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരവും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ട. അതാണ് കുട്ടി. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത വേറെ വല്ല വഴിക്കും പോടാം. ഞങ്ങൾക്ക് പോകാനുള്ള വഴി ഇതാ. ഈ വഴിക്കേ ഞങ്ങൾ പോകും. മര്യാദക്ക് വഴി മാറാൻ നോക്കും. വേണ്ട വേണ്ട,
രാഷ്ട്രീയ കൊലപാതകം നമുക്ക് വേണ്ട. വെറുതെ ബംഗാളികളുടെ തല്ല് മേടിച്ച് മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കാതെ പണിയണ്ട. പോവാൻ നോക്ക്. ദേവി ഇതല്ല തടയണം. ആളുകൾ വയന്താൽ പ്രശ്നമാണ്. ഒരു ഇഷ്യൂ ഒഴിവാക്കുന്നല്ലേ നല്ലത്. നിർത്താൻ പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടാണ്ട. പിരിഞ്ഞു പോ എല്ലാരും. മാറിക്കോ, വിഷമിക്കണ്ട. നാളെ 3 മണിക്ക് ബേക്കറി ജംഗ്ഷൻ. എല്ലാരും